കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതി 5-ാം ദിവസവും കാണാമറയത്ത്. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് വിനോദിനെ പിടികൂടാൻ സാധിക്കാത്തതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചത് ഗുരുതര വീഴ്ച. വിനീഷ് ചാടിപ്പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ആദ്യ ദിവസം കാര്യമായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുമാണ് ആരോപണം. വിവരങ്ങളുമായി അനഘ ഹർഷൻ തുടരുകയാണ്. അനഘ, ഇന്നേക്ക് 5 ദിവസമായി, പക്ഷേ വിനീഷിനെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പല ഭാഷകളിൽ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും കാണാമറയത്ത് തന്നെയാണ് പ്രതി, അല്ലേ? തീർച്ചയായും KP, 5 ദിവസമാകുന്നു ഒരു കൊലക്കേസ് പ്രതി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിട്ട്. ആ പ്രതിയെക്കുറിച്ച് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള 19 വയസ്സുകാരി ദൃശ്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് വിനീഷ് വിനോദ്. ഈ ദൃശ്യയുടെ പ്രണയാഭ്യർത്ഥന നടത്തുകയും ദൃശ്യ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ദൃശ്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 20 തവണ വെട്ടിയാണ് ദൃശ്യയെ കൊലപ്പെടുത്തിയത്. അത്തരത്തിലൊരു കേസിലെ പ്രതിയാണ് വിനീഷ്. ചില മാനസിക അസ്വസ്ഥതകൾ കാണിച്ചതിനെ തുടർന്നാണ് വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ഈ കേന്ദ്രത്തിൽ നിന്ന് 2-ാം തവണയാണ് ഈ വിനീഷ് പുറത്തേക്ക് ചാടിപ്പോകുന്നത്. ഇത്തവണ ചുമർ തുറന്നാണ് വിനീഷ് വിനോദ് പുറത്തേക്ക് ചാടിയത് എന്നുള്ളതാണ്. ഇതിൽ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായത് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ CCTV പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് പ്രതി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് എന്നതിനെ കുറിച്ച് പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കാരണം അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, അന്ന് പ്രതി ചാടിപ്പോയ ദിവസത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാനും CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ വിനീഷിനെ കുറിച്ച്, ആ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇതേ പ്രതി വിനീഷ് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിരുന്നു. അന്ന് കർണാടകയിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയത്. അത് ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ പിടികൂടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. വെറും ഒരു ട്രൗസർ ധരിച്ചുകൊണ്ടാണ് ഈ മാനസിക രോഗി എന്ന് പറയുന്ന വിനീഷ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നത്. ഈ പ്രധാനമായും ഈ ദൃശ്യയുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിനീഷിന് ഇത്തരത്തിൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ പ്രതിയെ എളുപ്പം പിടികൂടാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു മാനസിക രോഗിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കാനും പതുങ്ങിയിരിക്കാനും ഒന്നും കഴിയില്ല. അവർ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ ദൃശ്യയുടെ കുടുംബം പറയുന്നത് ഇയാൾക്ക് മാനസിക രോഗം ഒന്നുമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ദൃശ്യയുടെ കുടുംബം വലിയ ഭീതിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് പോലീസ് കാവലുണ്ട് എന്നുള്ളതാണ്. ഈ വിനീഷിനെ പിടികൂടാതിരിക്കുന്ന ഓരോ നിമിഷവും ഭയത്തോടെയാണ് ദൃശ്യയുടെ കുടുംബം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും 5-ാം ദിവസവും ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള വിനീഷ് കാണാമറയത്താണ്. ഒരു വിവരവും എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പ്രധാനമായും അതിർത്തി പ്രദേശങ്ങൾ, അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതുവരെയുള്ള നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചോ മറ്റ് യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. KP.